ഹായ്. മാതൃഭൂമിയിലെ ഒരു ചർച്ച ഇന്നലത്തെ കാണുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഉഡായിപ്പുകളെ തുറന്നു കാട്ടിക്കൊടുക്കുന്ന പതിവിന് വിപരീതമായിട്ടുള്ളൊരു ചർച്ചയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അഭിലാഷ് ഭവൻ ഒരു അഭിനന്ദനം. കാര്യം നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ നെറുകേട്, രാഷ്ട്രീയ ഇരട്ടത്താപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള ഈ പിതൃശൂന്യത കാണിക്കുന്ന പ്രവർത്തനമുണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇന്നലകളിൽ പുറത്തുനിന്ന് അറബിക്കടലിൽ എറിയുമെന്ന് വരെ പറഞ്ഞവർ ഇന്നിപ്പോൾ ഫ്രീസിലിരിക്കുന്ന ഒരു പദ്ധതിയെ പോയി പൊടി തട്ടി എടുത്തിട്ട് സർക്കാരിൻ്റെ, അതായത് കഴിഞ്ഞ സർക്കാരിനെ പഴിചാരി നമുക്കെന്ത് ചെയ്യുക, അത് നടപ്പാക്കിയെടുക്കുക, എന്ത് വന്നാലും അവരെ പഴിയെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു നെറികേട് കാട്ടിക്കൊണ്ടിരുന്നതിനെ എങ്ങനെയാണ് ഇന്നലെ ചർച്ചയിലൂടെ പൊളിച്ചു കൊടുത്തത്. അതായത് പതിവിന് വിപരീതമാണ്. സാധാരണഗതിയിൽ ഒരു ചർച്ചയുടെ ഇൻട്രോ കഴിഞ്ഞിട്ട് ആരാണോ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നവരെ ഒരു ചോദ്യം ചോദിക്കും. പക്ഷേ അതുപോലും ഇല്ലാതെ ന്യായീകരിച്ച് തുടങ്ങിക്കോളൂ, ചോദ്യമൊന്നുമില്ല, തുടങ്ങിക്കോളൂ എന്ന് പറയുന്ന ആ ശൈലി ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിലെ മാധ്യമ മേഖലയിൽ ഇരിക്കുന്ന ചില അവതാരകരെങ്കിലും ഈ നാട്ടിലെ മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നലകളിൽ എന്ത് കാരണവശാൽ ചെയ്തു, ആ ചെയ്ത ഒരു തെറ്റ്, ഒരു മിസ്റ്റേക്ക് പറ്റി, ഒരു വള്ളിക്കെട്ട് പിടിച്ചു, അതിനെ ഇവിടെ വലിയ സാമൂഹ്യ വിമർശനം ഉണ്ടായപ്പോൾ നടപ്പാക്കാതെ അവിടെ ക്യാപ്റ്റൻ അഭിയൻസ് എന്ന രീതിയിൽ അതിനെ ഫ്രീസ് ചെയ്ത് ഇപ്പോൾ നടപ്പാക്കിയില്ലെന്ന് ജെബി മേത്തർ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചോദിച്ചപ്പോൾ കേരളം ഒപ്പിട്ടിട്ടില്ല, 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്നിടത്ത് ആ പണം ഇടതുപക്ഷം വാങ്ങി എന്നുള്ള നെറികേടും പച്ചക്കള്ളവും പറഞ്ഞുകൊണ്ട് ലീഗിനെ കൊണ്ട് തന്നെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സതീശൻ അത് നടപ്പാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ അത് ചർച്ച ചെയ്യണ്ടേ? അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. PM ശ്രീ പദ്ധതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റാത്തത് കൊണ്ട് നിലപാട് ഇപ്പൊ തൽക്കാലം വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. അതല്ലേ പറ്റൂ. ശ്രീ കെ ഷാക്കർ, താങ്കളുടെ ഊഴമാണ്, താങ്കളുടെ ന്യായീകരണം കേൾക്കട്ടെ. BJP പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ PM ശ്രീ നടപ്പാക്കിയുമുള്ള സന്തോഷത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്നാണ് BJP പറയുന്നത്. അങ്ങനെ BJPക്ക് രോമാഞ്ചമണിയാൻ, മുസ്ലിം ലീഗിനെ കൊണ്ട് PM ശ്രീ നടപ്പാക്കിച്ചു എന്ന രോമാഞ്ചമണിയാൻ അവസരം താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്, കീഴടങ്ങി കൊടുക്കുകയാണ്. ഒരു മുസ്ലിം ലീഗുകാരന് നാളെ കോഴിക്കോട് അങ്ങാടിയുടെ തല ഉയർത്തിപ്പിടിച്ച് നാലാളുടെ മുഖത്ത് നോക്കി നടക്കാൻ കഴിയോ ഷാക്കിറെ? ലജ്ജ കൊണ്ട് തല കുനിഞ്ഞിപ്പോലേ. ഈ നിമിഷം വരെയും കേരളം ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്കൂളുകൾ വിട്ടുകൊടുത്തിട്ടില്ല, സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കും. ആര് കൊടുക്കും? N ഷംസുദ്ദീൻ കൊടുക്കും. BJPക്കാരുടെ ഹർഷാരവങ്ങൾക്കിടയിൽ അവർ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുകാർ PM ശ്രീ നടപ്പാക്കിക്കുന്നത് കണ്ട് അവർ കോരിത്തരിക്കും, കൈയടിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു ലീഗുകാരന് ആത്മാഭിമാനത്തോടു കൂടി വഴിയിലിറങ്ങി നടക്കാൻ കഴിയുമോ? ഇനി ഒരേ സ്റ്റാൻഡിലാണ്. PM ശ്രീ പദ്ധതിയിൽ കാവ്യവൽക്കരിക്കുന്ന രീതിയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കില്ല. എന്നാൽ അത് കേരളീയ വിദ്യാഭ്യാസത്തിന് ഗുണകരമായ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാതെ കാവ്യവൽക്കരണമില്ലാതെ നടപ്പിലാക്കും. നിങ്ങളത് കാത്തിരിക്കും. അതായത് കാവ്യവൽക്കരിക്കാത്ത നിലയിൽ വളരെ നല്ല നിലയ്ക്ക് PM ശ്രീ നടപ്പാക്കും. LDFന്റെ കാലത്തുള്ളത് പോലെ അല്ല എന്ന് പറയുന്നത്. ഹിസ്ഹൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കറെ, അതില് പിന്നെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PM ശ്രീ നടപ്പാക്കട്ടെ. അല്ലേ, മികച്ചതല്ലേ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ച് വാഗ്വാദമാകുന്നതിനപ്പുറം നിങ്ങൾ ന്യായീകരണങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയുന്ന രീതിയിൽ കോൺഗ്രസ്സുകാരും ലീഗന്മാരൊക്കെ ഇരുന്ന് സാധാരണ ഈ അന്തസ്സുള്ള മനുഷ്യൻ ന്യായീകരിക്കാൻ പോയിട്ട്. കാര്യം ഇന്നലകളിൽ പറഞ്ഞ വാചകങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഇടതുപക്ഷക്കാരാ, സംഘപരിവാറുകാരാ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ അതെടുത്ത് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞിട്ട് നാണമില്ലാതെ ഒരു UDF യോഗത്തിന് ശേഷം ഒരുമിച്ചിരുന്ന് ഞങ്ങളത് നടപ്പാക്കും, PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നട്ടൽ എവിടെയാണോ എന്ന് അന്തസ്സുള്ള ലീഗന്മാരെങ്കിലും ചോദിക്കണ്ടേ? ഇന്നലകളിൽ ഇവിടുത്തെ മതവിദ്യാഭ്യാസം എല്ലാം തടയാൻ വേണ്ടി സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ എങ്ങനെ നടക്കുന്നു, അത് ഇവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലകളിലൂടെ കടത്തിവിടാൻ വേണ്ടി ലീഗിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു കൊടുത്ത് സംഘികളെ സാറ്റിസ്ഫാക്ഷൻ്റെ അതിൻ്റെ ടോപ്പ് ലെവലിൽ എത്തിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അത് കണ്ടിട്ടും അഭിലാഷ് മോഹനെ വാർത്ത എടുത്തിട്ട് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ വാ തുറക്കാതെ ഇരിക്കുന്ന ലീഗന്മാർക്കൊക്കെ എന്ത് രാഷ്ട്രീയ ബോധം, എന്ത് മതബോധം, നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നൈതികതയുണ്ട് എന്ന് ചോദിക്കുന്നിടത്ത് അത് കൃത്യമായി തുറന്നു കാട്ടിക്കൊണ്ട് നടത്തിയ ചർച്ചയ്ക്ക് കൈയടിക്കുക തന്നെ വേണമെന്ന് പറയേണ്ടി വരികയാണ്.
ശ്രീ വി ആർ അനൂപിലേക്ക് പോകുന്നതിന് മുമ്പ് വി ഡി സതീശൻ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോൾ PM ശ്രീയിൽ എടുത്തിരുന്ന നിലപാട് എന്നൊന്ന് കാണാം, അതിനുശേഷം ചോദ്യം. എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ പണ്ട് CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീയെ കുറിച്ചുള്ള വി ഡി സതീശന്റെയും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട്. ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അത് മാറിയിരിക്കുന്നു. ശ്രീ വി ആർ അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കറെ, അതില് പിന്നെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട് ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PM ശ്രീ നടപ്പാക്കട്ടെ. കർണാടകയിൽ പരിശോധിച്ചോ? ഫണ്ടാണ് PM ശ്രീയെ കുറിച്ചാണ്. ശരി, ശ്രീയാണ് മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PM ശ്രീ, ഇത് വേറെ PM ശ്രീ, അങ്ങനെയാണോ? നമുക്ക് അഭിമാനത്തോടു കൂടി ജനങ്ങളോട് പറയാൻ കഴിയും അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്, മാറ്റില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ ചിരിച്ചിരിക്കണം. നമുക്ക് ആളുകളെ ശരി, അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്. KM ഷാജിയുടെ നേരത്തെ കേൾപ്പിച്ചു, ഒന്നുകൂടി കേൾക്കാം. അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. PM ശ്രീ കരാർ വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ഇതാണ് മുമ്പ് പറഞ്ഞത്. അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒന്നാന്നാ പറഞ്ഞത്. ആണോ ഷാക്കറെ? ഒരു മിനിറ്റ്. ആ ഷാജി പറഞ്ഞ PM ശ്രീ ഏതെന്നറിയോ? മഹാത്മാ ഗാന്ധിജി ഇല്ലാത്ത PM ശ്രീയെ കുറിച്ചാണ്. ശരി, PM ശ്രീയാണ്. മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PM ശ്രീ, ഇത് വേറെ PM ശ്രീ, അങ്ങനെയാണോ? അല്ലെന്നേ, പിന്നെ ഷാജി തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതേ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്.